മലപ്പുറം മേലാറ്റൂർ പഞ്ചായത്തിലെ UDF ജമാഅത്ത് ഇസ്ലാമി കൂട്ടുകെട്ട് സംബന്ധിച്ച ചോദ്യങ്ങളിൽ കൈരളിയോട് ക്ഷുഭിതനായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വെൽഫെയർ പാർട്ടിക്ക് സീറ്റ് നൽകിയത് കൈരളി പോയി അന്വേഷിക്കുന്ന സതീശന്റെ മറുപടി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ പിന്തുണച്ചു. അസംബ്ലിയിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ നിലമ്പൂർ ഞങ്ങളെ പിന്തുണച്ചപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചു. ഇപ്പോൾ അവർ പിന്തുണച്ച് ഞങ്ങൾ സ്വീകരിക്കും. അവർ ഞങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്, അത് സ്വീകരിക്കും. ഞങ്ങൾ അത് നല്ല ക്ലാരിറ്റി ഉള്ള ഇതാണ്. പക്ഷെ അവർ മുന്നണിയുടെ ഭാഗമല്ല, മുന്നണിയിലെ ഘടകകക്ഷിയല്ല, ഒന്നുമല്ല. ഞാൻ അങ്ങനത്തെ കാര്യമൊന്നും എന്നോട് ചോദിക്കല്ലേ, അത് ആ മേലാറ്റൂരിലെ മണ്ഡലം പ്രസിഡന്റിനോട് ചോദിക്കും. വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി കൈരളിക്കാരൻ ചോദിക്കുകയാണ് മേലാറ്റൂർ മണ്ഡലത്തിലെ 8ാം വാർഡ് ഏതാന്ന്. അല്ല, എന്നോട് ഞാൻ ഇരിക്കുന്ന ഒരു പൊസിഷനിലിരിക്കുന്ന ഒരാളല്ല ഞാൻ. അത് താങ്കൾ പോയി ഒരു വണ്ടി എടുത്ത് മേലാറ്റൂരിൽ പോയിട്ട് മേലാറ്റൂരിലെ മണ്ഡലം പ്രസിഡന്റിനോട് ചോദിക്കും. അപ്പോൾ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു തരും. ഒന്നുമില്ല എന്നിട്ട് ചോദിക്കുകയാണ്, കുത്തിത്തിരിപ്പ് ചോദ്യം ചോദിക്കുകയാണ്. മേലാറ്റൂര് ഏത് മേലാറ്റൂര്? അത് പോയി അന്വേഷിക്കുക, വണ്ടി എടുത്ത് പോയി. ഇല്ലേ, അവിടുത്തെ നിങ്ങളുടെ റിപ്പോർട്ടറോട്, കൈരളി റിപ്പോർട്ടറോട് പോയി മേലാറ്റൂരത്തെ മണ്ഡലത്തിൽ എന്തായെന്ന് ചോദിക്കുക. അമൽ ചേരുകയാണ്. അമൽ, ഭൂമിക്ക് താഴെയുള്ള എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും പ്രതികരിക്കുന്ന പ്രതിപക്ഷ നേതാവിന് വെൽഫെയർ പാർട്ടി സഖ്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ വല്ലാത്ത അസഹിഷ്ണുതയാണ്. അമൽ പോയി അന്വേഷിക്കാനാണ് പറയുന്നത്. ഷമി, തീർച്ചയായും അതായത് മേലാറ്റൂർ പഞ്ചായത്തിലെ 8, 9 ഈ 2 വാർഡുകളാണ് വെൽഫെയർ പാർട്ടിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് വളരെയധികം ക്ഷുഭിതനാവുകയും ഒപ്പം കൈരളിയോട് അവിടേക്ക് പോയി ഒരു വണ്ടിയെടുത്ത് ഈ മേലാറ്റൂർ പഞ്ചായത്തിൽ പോയി ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക, അല്ലെങ്കിൽ കൈരളിയുടെ റിപ്പോർട്ടർ, അതായത് അവിടെയുള്ള കൈരളിയുടെ റിപ്പോർട്ടറോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുക എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇത്തരത്തിൽ ഈ വെൽഫെയർ പാർട്ടിയുമായി മുന്നേ തന്നെ ബന്ധം സൂക്ഷിച്ചിരുന്നു. ഇപ്പോൾ തിരഞ്ഞെടുപ്പുകളിൽ മുന്നേ തന്നെ അവർ തങ്ങളെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നു. തങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാലും തങ്ങളുടെ, അതായത് UDFന്റെ മുന്നണിയുടെ ഭാഗമല്ല എന്ന് പറയുമ്പോഴും നിലവിൽ ഇപ്പോൾ മേലാറ്റൂർ പഞ്ചായത്തിലെ 2 വാർഡുകൾ 8 ഒപ്പം തന്നെ 9 ഈ 2 വാർഡുകളിലുമാണ് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് പരിപാടികളുടെ ഭാഗമായി നടന്ന ചില ചടങ്ങുകളടക്കം UDFന്റെ നേതാക്കൾ, അവിടെയുള്ള പ്രാദേശിക നേതാക്കളടക്കം പങ്കെടുത്ത ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇതൊക്കെ ചോദിച്ചപ്പോഴാണ് വളരെ ക്ഷുഭിതനായ രീതിയിൽ പ്രതിപക്ഷ നേതാവ് കൈരളിക്ക് നേരെ തിരിയുകയും കൈരളി പോയി അന്വേഷിക്കുക എന്ന രീതിയിലുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. കൈരളിയുടെ എല്ലാ ചോദ്യങ്ങളോടും പ്രതിപക്ഷ നേതാവിൻ്റെ മനോഭാവം ഇതുതന്നെയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കൃത്യമായ ഒരു മറുപടി അദ്ദേഹത്തിന് നൽകാൻ വേണ്ടി ഉണ്ടായിരുന്നില്ല. UDFനെ അനുകൂലിച്ചുള്ള ചോദ്യങ്ങൾക്ക് മാത്രമേ അദ്ദേഹം കൃത്യമായ ഒരു മറുപടി നൽകിയിട്ടുള്ളൂ. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിന്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ ഒറ്റക്കെട്ടായി ടീം UDF ആയി നേരിടുമെന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുമ്പോഴും പലയിടങ്ങളിലും ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ളവർ പരസ്പരം DCC ഓഫീസിൽ വെച്ച് കയ്യാങ്കളിയിലേക്ക് ഏർപ്പെടുന്നു. ഒപ്പം തന്നെ പുതുപ്പാടിയിൽ ഒരു പേയ്മെന്റ് സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്ക്, അതായത് വിദേശത്തു നിന്നുള്ള ഒരാളെ പണം കൊടുത്ത് കെട്ടിയിറക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ കോൺഗ്രസിനകത്ത് തന്നെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് നിലവിൽ UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോഴും ടീം UDF എന്ന രീതിയിൽ തന്നെ, അതായത് ഒറ്റക്കെട്ടായി ഘടകകക്ഷികളെ ഒക്കെ തന്നെ കൂടെ നിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് അദ്ദേഹത്തിന് പറഞ്ഞു വെക്കേണ്ടി വരുന്നു. പക്ഷേ അങ്ങനെയല്ല വസ്തുത എന്ന് നമുക്ക് പല ഇടങ്ങളിൽ നിന്നും കാണുവാൻ വേണ്ടി സാധിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഈ മേലാറ്റൂർ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉന്നയിച്ചത്. അവിടെയും വളരെ ക്ഷുഭിതനായ പ്രതിപക്ഷ നേതാവിനെയാണ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മറുപടി ഇത്തരത്തിൽ തന്നെയാണ്. മുന്നേ തന്നെ കോൺഗ്രസും ഒപ്പം തന്നെ ലീഗും അടക്കം പറഞ്ഞിട്ടുണ്ട്, ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് മതരാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന രീതിയിൽ മുന്നേ പലപ്പോഴും തള്ളിപ്പറഞ്ഞവരാണ്. പക്ഷേ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളടക്കം ഈ വെൽഫെയർ പാർട്ടിയുടെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ഇവർ തേടുന്ന ഒരു സാഹചര്യമുണ്ട്. വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോടുകൂടി തന്നെ മത്സരിക്കും എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ UDF പറയുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് മേലാറ്റൂർ പഞ്ചായത്തിൽ 2 വാർഡുകൾ 8, 9 എന്നിങ്ങനെ 2 വാർഡുകൾ വെൽഫെയർ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തിരിക്കുന്നത്. ഷമി, അമലാണ് വിവരങ്ങൾ നൽകിയത്.